ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നമ്മുടെ ബ്രൗൺ റൈസ് വെച്ചുള്ള പുട്ടാണ്. ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് മേടിച്ച പുട്ടുപൊടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ പുട്ടുപൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ, ഇൻസ്റ്റൻ്റാണ്, നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ പൊടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. നോക്കി ഇങ്ങനെ ആക്കി ഈ ഒരു പരുവത്തിനായി കഴിഞ്ഞാൽ ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പുട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന് താവി വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ പുട്ടിൻ്റെ അച്ച് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി, നമ്മുടെ പുട്ട് റെഡി. ഇനി നമുക്ക് എടുക്കാം. പുട്ടായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പൊടിയും കൊണ്ട് പുട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.